നമസ്കാരം. PV അൻവർ MLA ആരോപണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് വ്യാപകമായി ഉയരുന്നത്. ഭരണകൂടത്തിന്റെ വീഴ്ചയെ ചോദ്യം ചെയ്താണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഇത്തരം ആരോപണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും നിയമോദ്യോഗസ്ഥനുമെതിരെ ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. സംഘർഷത്തിൽ പോലീസ് ഇടപെട്ടതോടെ വിഷയം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം, ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഉന്നയിച്ച വിഷയങ്ങൾ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും പോലീസ് ലാത്തി ചാർജിൽ അബിൻ വർക്കിക്ക് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒന്നിലധികം തവണ ലാത്തി കൊണ്ട് മർദ്ദിച്ചെന്ന് പരാതി. ജില്ലാ ഭാരവാഹികളായ സുരേഷ് വട്ടപ്പറമ്പ്, സുമേഷ് തുടങ്ങിയവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. മാർച്ചിൽ UDF കൺവീനർ MM ഹസൻ സംസാരിക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസ് 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബാരിക്കേഡ് മറച്ചിടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൂടാതെ പോലീസ് വാഹനത്തിന് നേരെയും പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിനിടെ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെയും പോലീസ് തടഞ്ഞു. പത്തനംതിട്ടയിൽ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അവസാനിച്ച ശേഷം പ്രവർത്തകർ KSRTC സ്റ്റാൻഡിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇരു സംഘങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഇതിന് പിന്നാലെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും വനിതാ പോലീസ് എത്തി വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിൽ 3 വാഹനങ്ങളിലായി പ്രധാന പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു. മാർച്ച് ബാരിക്കേഡ് വെച്ച് തടയാൻ പോലീസ് ശ്രമിച്ചിരുന്നു. അതേസമയം സമരം സർക്കാരിനെ അട്ടിമറിക്കാനല്ലെന്നും സൽപ്പേരുണ്ടായിരുന്ന പോലീസിന്റെ അഭിമാനം സംരക്ഷിക്കാനാണെന്നും മാത്യു കുഴൽനാടൻ MLA പത്തനംതിട്ടയിൽ സംസാരിക്കവേ പറഞ്ഞു. പോലീസിന്റെ അഭിമാനം വീണ്ടെടുക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. മുഖ്യമന്ത്രി തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ പിന്നെ തങ്ങൾ എന്തിന് മാറി നിൽക്കണമെന്ന് പോലീസും മേലാളന്മാരും ചിന്തിക്കുന്നു. പോലീസിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക, കേസ് അന്വേഷണം CBIക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച്. KPCCയുടെ ആഭിമുഖ്യത്തിൽ 1000ഓളം പ്രവർത്തകരെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. എന്തായാലും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ സാധ്യത നിലനിൽക്കുന്നത്. വെറുതെ ഒരു ആരോപണമായി ഇതിനെ തള്ളിക്കളയാനും സാധിക്കുകയില്ല. ഇത്തരത്തിൽ ആരോപണം ശരിയാണോ എന്ന് കണ്ടെത്തേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ഈ ആരോപണത്തിൽ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. കൂടാതെ ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയാൽ തക്കതായ നിയമ നടപടിയും എടുക്കേണ്ടതുണ്ട്.